കുറച്ച് നേരത്തെ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിയാണ് ഇത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും പൂർണ്ണമായി ഇതിന്റെ പ്രയോജനങ്ങൾ ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ലഭിക്കും എന്ന ഉറപ്പുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ കാരക്കുന്ന് കൈപ്പറമ്പ് നഗറിന്റെ അംബേദ്കർ നഗറായി മാറിയതിന്റെ ഉദ്ഘാടനം സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ്. വലിയ രീതിയിലുള്ള പിന്നോക്കം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക്, മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് സ്വന്തമായ ഭൂമിയില്ലാത്ത ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള മനുഷ്യനെ മാറ്റി നിർത്തിയിരുന്ന സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. മനുഷ്യരെ മാത്രമല്ല, മനുഷ്യരിൽ തന്നെ സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്ന സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്, ആ കുട്ടികളെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ലോകം വളരുന്നു, എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അധികാരവും അവകാശമുണ്ട്. ആരും ആരുടെയും മുന്നിലും മുകളിലുമല്ല, ആരും ആരുടെയും താഴെയുമല്ല, എല്ലാവരും തുല്യരാണ് എന്ന സത്യം അത് മുന്നോട്ട് വെക്കുകയും നമ്മുടെ ഭരണഘടന അത് ഉറപ്പു നൽകുകയും കേരളത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഐക്യ കേരളം വന്നപ്പോൾ ആദ്യത്തെ ഗവൺമെന്റ് അപേക്ഷിച്ച് EMSന്റെ നേതൃത്വത്തിൽ മറ്റു കാലത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമത്തിന്റെ തുടക്കം കുറിക്കുന്ന ബില്ല് അവിടെ പാസ്സാക്കുകയും അതിന്റെ ഭാഗമായി ആ ഗവൺമെന്റിനെ തന്നെ താഴെ ഇറക്കാനുള്ള വലിയ സമരം നമ്മുടെ നാട്ടിൽ നടന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. വിദ്യാഭ്യാസ അവകാശ നിയമം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ മഹത്തായ സങ്കല്പം അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയും സ്വീകരിച്ചു. എന്നാൽ അതിനുശേഷവും നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ചരിത്രപരമായി പിന്നോക്കം സമൂഹത്തിന്റെ ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായി പിന്നോക്കം നിർത്തപ്പെട്ട ജനതയെ മുന്നോട്ട് കൊണ്ടുവരാനാണ്. അഭിമാനത്തോടെ ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ, വിദ്യാഭ്യാസം ആർജിച്ച് കുട്ടികൾ വളർന്നു വരണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ വേണം, അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രയോജനം തീർച്ചയായിട്ടും ഈ കമ്പ്യൂട്ടറും ഈ സേവനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇനി വളർന്നു വരുന്ന ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കമുള്ളവർ നാളെ നമുക്ക് അഭിമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ചിലപ്പോൾ സിവിൽ സർവീസ് ആവാം, ചിലപ്പോൾ നല്ല ഡോക്ടർമാരാവാം, നല്ല എഞ്ചിനീയർമാരാവാം, നല്ല ശാസ്ത്രജ്ഞരാവാം, അങ്ങനെ തുടങ്ങി ചിലപ്പോൾ ജനപ്രതിനിധികളാവാം. നമുക്കൊക്കെ അഭിമാനമായിട്ടുള്ള രീതിയിലേക്ക് ഈ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.